अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം തേ സർവൈച്ഛാനാം ദക്ഷിണാമുഖേ നമഃ. വക്രതുണ്ടമഹാകായ കോടിസൂര്യസമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവ ശുഭകാര്യേഷു സർവദാ. മാണിക്യവീണ മുപലാളജപന്ദീമതാലസാമഞ്ജുടവാഗ്വിലാസം മഹേന്ദ്ര നീലദ്യുതി കോമളാംഗീം മാതംഗകന്യാം മനസാ സ്മരാമി. ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതേ കുങ്കുമരകശോണേ പൂണ്ഡ്രേഷു വശാങ്കുശോഷ്പബാണ ഹസ്തേ നമസ്തേ ജഗദേകമാതാ മാതാമർഗശ്യാമമാതംഗീവനശാലിനി കടാക്ഷേതു കല്യാണി കദംബവനവാസിനി ജയ മാതംഗതനയേ ജയ നിലോത്പലദ്യുതി ജയ സംഗീതരസികേ ജയ ലീലാശുഖപ്രിയേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേദാപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പ്രതിപാദിക്കേണ്ടത് യയാതി ചരിതമാണ്. യയാതി എന്ന രാജാവ് ഉഷരാജാവിന് അശോകസുന്ദരിയിലുണ്ടായ മകനാണ്. യയാതി രാജാവ് ഒരിക്കൽ ഒരു തവണ കാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു കിണറിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അവിടെ കിണറ്റിൽ പോയി നോക്കുമ്പോഴാണ് ഒരു സ്ത്രീയുണ്ട് അവിടെ കിടക്കുന്നത്. അത് ദേവയാനിയായിരുന്നു, ശുക്രാചാര്യരുടെ മകളായ ദേവയാനി. ആ ദേവയാനിയെ കൈപിടിച്ച് കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പോൾ ദേവയാനി പറഞ്ഞു, എന്നെ വിവാഹം കഴിക്കണമെന്ന്. എൻ്റെ കൈ പിടിച്ചതുകൊണ്ട് എൻ്റെ വിവാഹം പാണിഗ്രഹണം നടന്നു, ഇതെന്നെ വിവാഹം കഴിക്കണമെന്നാണ് പറഞ്ഞ് അവളിതാക്കി. അപ്രകാരം അത് അച്ഛനായ ശുക്രാചാര്യ അടുത്തുമെത്തി. അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷേ അതിനു മുമ്പ് നേരത്തെ ഇന്നലെയൊക്കെ കേട്ടതുപോലെ ദേവയാനിയുടെ ശർമ്മിഷ്ഠയുടെയും ദേവയാനിയുടെയും കഥ, കജൻ്റെയും കഥ ഇവിടെ കേട്ടിട്ടുണ്ടാവും. ശർമ്മിഷ്ഠ അസുര രാജാവായ വൃഷപർവാവിൻ്റെ മകളായിരുന്നു. അവൾ സുന്ദരിയായിരുന്നു. ഇങ്ങനെ അവർ തമ്മിൽ. പക്ഷേ ദേവയാനി അസുരഗുരുവായ ശുക്രാചാര്യരുടെ മകളുമായിരുന്നു. ദേവന്മാരുമായിട്ട് എന്നും യുദ്ധമുണ്ടാകുമ്പോഴൊക്കെ വിജയം കൈവരിക്കുവാൻ അവിടെ മൃതസഞ്ജീവനി വിദ്യ ശുക്രാചാര്യർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അസുരരാജാവിന് ശുക്രാചാര്യ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഇവർ ശർമ്മിഷ്ഠയും ദേവയാനിയും വനത്തിലൂടെ പോകുമ്പോൾ എന്തോ വാക്ക് തർക്കമുണ്ടായി. ശർമ്മിഷ്ഠ ദേവയാനിയെ പിടിച്ച് കിണറ്റിൽ തള്ളി തോഴിമാരോടൊപ്പം നടന്നുപോയി. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ കഥ യയാതി രാജാവ് വരുന്നതും ഇവിടെ രക്ഷിച്ചെടുക്കുന്നതും. പക്ഷെ കൊട്ടാരത്തിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശുക്രഗുരുവായ ഭയപ്പെട്ട്
ശർമ്മിഷ്ഠ പറഞ്ഞതുപോലെ എൻ്റെ പല ഡിമാൻഡുകളും അവിടെ പറഞ്ഞു. എൻ്റെ ദാസിയായിട്ട് എൻ്റെ കൂടെ വരണം ശർമ്മിഷ്ഠ. രാജകുമാരിയായ ശർമ്മിഷ്ഠ അങ്ങനെ ദാസിയായിട്ട് ഇവരെ അനുഗമിച്ചു. അവരുടെ കൊട്ടാരത്തിലേക്ക് പോയി. രാജാവിൻ്റെ ക്രമേണ ദേവയാനിക്ക് ഭയം വന്നു. തൻ്റെ ഭർത്താവായ യയാതി രാജാവ് ശർമ്മിഷ്ഠയുടെ കൂടെ പോയേക്കുമോ, അവളിൽ ആഗ്രഹം ജനിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ശർമ്മിഷ്ഠയെ ദൂരെ പാർപ്പിച്ചു. വേറെ ഒരു ഗുഹയിലായിട്ട് അത് പാർപ്പിച്ചു. പക്ഷെ ക്രമേണ രാജകുമാരിയായ ശർമ്മിഷ്ഠ യയാതി രാജാവിനെ വലയിലാക്കി. അവർക്ക് ദുഹു, അനു, പുരു എന്ന 3 മക്കളും ഉണ്ടായി. യയാതി രാജാവിന് മറ്റുള്ളവരിൽ ദേവയാനിയിൽ യദു, തുർവസു എന്ന 2 മക്കളും ഉണ്ടായിരുന്നു. പക്ഷേ ശർമ്മിഷ്ഠയെ രഹസ്യമായി വിവാഹം കഴിച്ചതും അതിന് മക്കളുണ്ടായതും ഒന്നും ഇവരറിയുന്നില്ല, ദേവയാനി അറിയുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ നായാട്ടിന് കൂടെ ഇവരും കൂടെ പോയി ശർമ്മിഷ്ഠയെ കാണാൻ വേണ്ടി പോയി. അപ്പോഴാണ് അവിടെ വനത്തിൽ പോയപ്പോൾ ശർമ്മിഷ്ഠയെ കാണാൻ പോയി. പക്ഷെ അവിടെ 2 കുമാരന്മാരെ കാണുന്നുണ്ട്. നേരം അവരോട് ചോദിച്ചു, ഇങ്ങനെ ആരാ മക്കളാ? അന്നേരം പറഞ്ഞത്, ഞാൻ ശർമ്മിഷ്ഠയുടെ മക്കൾ. നിങ്ങൾ അച്ഛനാരെന്ന് ചോദിക്കുമ്പോൾ തന്നെ യയാതി രാജാവിനെ അവർ മക്കളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോൾ ദേഷ്യം വന്നു അവർക്ക്. ദേവയാനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഉടനെ പിതാവായ ശുക്രൻ്റെ അടുത്തേക്ക് പോയി ശുക്രാചാര്യരെ അവരെ ശപിക്കുകയാണ് എന്ന കഥയാണ് ഉണ്ടായത്. നിനക്ക് ജരാനര ബാധിക്കട്ടെ എന്നുള്ള ശാപം കൊടുത്തു യയാതി രാജാവിന് ജരാനര ബാധിച്ചു. ചെറിയ പ്രായത്തിൽ ജരാനരകൾ ബാധിച്ചാൽ, മനുഷ്യനെ തന്നെ ആർക്കായാലും ജരാനര ബാധിച്ചാൽ അത് പെട്ടെന്ന് പ്രയാസമാണ് ഉള്ള കാര്യമാണ്. ചെറിയ പ്രായത്തിൽ എത്രയോ വർഷം ജീവിക്കേണ്ടതാണ്. സകല ആഗ്രഹങ്ങളും കെട്ടുപോയിട്ടില്ല. അങ്ങനെ രാജാവ് ശാപമോക്ഷവും കൂടെ കൊടുത്തു. എൻ്റെ മക്കൾ ആരെങ്കിലും എൻ്റെ ജരാനര ഏറ്റെടുത്ത് നിനക്ക് യൗവനം നൽകാൻ തയ്യാറായാൽ അത് അവർക്ക് അങ്ങനെ നൽകാൻ പറ്റുന്നതാണെന്ന്. പക്ഷെ അതുപ്രകാരം തൻ്റെ മക്കളെ ഓരോരുത്തരെയായി യയാതി രാജാവ് വിളിച്ച് ചോദിക്കുകയാണ്. ആദ്യം ദേവയാനിയുടെ മക്കളായ യദുവിനെയും തുർവസനെയും വിളിച്ചു. അവർ തയ്യാറായില്ല. എൻ്റെ ജരാനര അച്ഛനെ കൊടുക്കാൻ തരണം, എൻ്റെ ജരാനര നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. തയ്യാറായില്ല. ഒടുവിൽ രണ്ടാമത് ശർമ്മിഷ്ഠയുടെ മക്കളെയും വിളിച്ചു. ദ്രുഹു, അനു എന്നിവരെ വിളിച്ചപ്പോൾ അവരും തയ്യാറായില്ല. അവസാനം ഇളയ മകനായ പുരുവാണ് അച്ഛൻ്റെ ജരാനര ഏറ്റെടുക്കാൻ തയ്യാറായത്. നമ്മൾ അതിന് തയ്യാറായി. അങ്ങനെ അപ്രകാരം അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ യയാതി രാജാവ് വീണ്ടും ആരോഗ്യവാനും യുവാവുമായി മാറി. ചെറിയ കുട്ടിയായ പുരുവിനെ ജരാനര ബാധിച്ച് കിടക്കേണ്ട ഒരവസ്ഥയുമായി. പക്ഷെ കാലക്രമത്തിൽ രാജാവ് അത് തിരിച്ചെടുക്കുകയും പിന്നീട് തൻ്റെ ആജ്ഞ അനുസരിച്ച പുരുവിന് രാജ്യം നൽകുകയും ചെയ്തു. ഇങ്ങനെയുള്ള കഥയാണ് യയാതി രാജാവുമായിട്ട് ബന്ധപ്പെട്ടത്. യയാതിയുടെ തൻ്റെ ആജ്ഞകളും അച്ഛൻ്റെ ഏതാജ്ഞയും സ്വീകരിക്കാൻ എന്ന് പറഞ്ഞാലും അനുസരിക്കുന്ന മക്കളായിട്ടാണ് ഇവിടെ പുരുവിനെ കാണുന്നത്. അതിന് പുരുവംശം എന്നുള്ള വംശവും പുരുവിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കോപം വരുന്ന ദേവയാനിയുടെ കഥയും ഒരു സങ്കടവും ഒരിക്കലും, അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്ന ശർമ്മിഷ്ഠയുടെ കാര്യം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള കഥ കേൾക്കുന്നവരെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഇവിടെ പ്രാർത്ഥിക്കുകയാണ്.